നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ജീവിക്കുന്ന ഒരു മലയാളി പ്രവാസിക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും പുതിയ ജോലിക്കാർക്കും അല്ലെങ്കിൽ ഫാമിലി റീയൂണിയൻ വിസയിൽ എത്തിയവർക്കും ഏറ്റവും കൂടുതൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഒരുപക്ഷെ ഔസ്ലെൻഡർ ബെഹേർഡ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസ് എന്നതിനേക്കാൾ വലിയൊരു വാക്കായിരിക്കും ഞാൻ ഈ പറയുന്നത്. അതായത് ഫിക്സിയോൺസ് ബെഷൈനിഗു. ഇത് കേൾക്കുമ്പോൾ വിസ പുതുക്കാൻ അപേക്ഷിച്ചവർക്ക് താൽക്കാലികമായി കിട്ടുന്ന ഒരു പച്ച പേപ്പറാണെന്ന് തോന്നുമെങ്കിലും ഈ ഒരൊറ്റ പേപ്പർ കാരണം ജോലി നഷ്ടപ്പെട്ട, പ്ലാൻ ചെയ്ത് നാട്ടിലെ യാത്രകൾ മുടങ്ങിപ്പോയ, എയർപോർട്ടുകളിൽ മണിക്കൂറുകളോളം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കുടുങ്ങിപ്പോയ എത്രയോ മലയാളികൾ നമ്മൾക്കിടയിലുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫിക്സിയോൺസ് ബെഷൈനിഗും വെച്ച് നിങ്ങൾക്ക് നാട്ടിൽ പോയി വരാൻ പറ്റുമോ? പുതിയൊരു ജോബ് കോൺട്രാക്ട് ഒപ്പിടാൻ ഇത് മതിയാവുമോ? ഈ പച്ച പേപ്പറിന്റെ ഉള്ളിലെ നിങ്ങൾ അറിയാത്ത കടുപ്പമേറിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്, അതായത് ജർമ്മനിയിലെ പ്രവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഫിക്സിയോൺസ് ബെഷൈനിഗുങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ പരാമർശം. അതുകൊണ്ട് തന്നെ കൃത്യമായി കേൾക്കുക, വ്യക്തമായി കേൾക്കുക, മനസ്സിലാക്കുക. പലരും ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഒത്തിരി സംശയങ്ങളായി മിക്കപ്പോഴും ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു എക്സ്ക്ലൂസീവ് ഞങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഞങ്ങൾ നൽകുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ജർമ്മനിയിൽ എത്തിയിട്ട് വിസ പുതുക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്കോ തപാലിലേക്കോ ഇതുപോലൊരു പേപ്പർ വന്നിട്ടുണ്ടാവും. ഫിക്സിയോൺസ് ബെഷൈനിഗു. ജർമ്മൻ നിയമപ്രകാരം ഇതിനൊരു ലീഗൽ ഫിക്ഷൻ എന്നാണ് പറയുക. അതായത് നിങ്ങളുടെ വിസയ്ക്ക് താൽക്കാലികമായി ജീവനുണ്ടെന്ന് കാണിക്കുന്ന ഒരു രേഖയാണിത്. പക്ഷേ പല മലയാളി സുഹൃത്തുക്കളും ചോദിക്കാറുള്ള പ്രധാന ചോദ്യം, ഇത് വെച്ച് എനിക്ക് അടുത്ത മാസം നാട്ടിൽ പോയി വരാൻ പറ്റുമോ എന്നാണ്. ഇതിന്റെ ഉത്തരം ഈ പേപ്പറിന്റെ 3-ാം പേജിലെ ഒരു ചെറിയ ടിക്ക് മാർക്കിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ടിക്ക് മാർക്ക് മാറിയാൽ നിങ്ങളുടെ ജർമ്മനിയിലേക്കുള്ള തിരിച്ചുപോക്ക് പോലും പ്രതിസന്ധിയിലാകും. ഈ പേപ്പർ ഒരു വിസയാണോ? ഇതിന്റെ കാറ്റഗറികൾ എന്തൊക്കെയാണ്? മലയാളികൾ എവിടെയെല്ലാമാണ് ഈ പേപ്പർ കാരണം കുടുങ്ങാൻ സാധ്യതയുള്ളത്? ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ജർമ്മനിയിൽ ജീവിക്കുന്ന ഏതൊരു മലയാളിയും ഇത് നിർബന്ധമായും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മൻ വാക്കുകൾ കേട്ട് മടുത്ത മലയാളി പ്രവാസികൾക്ക് മുന്നിലേക്കാണ് പുതിയ ഐറ്റം കൂടി ഞങ്ങൾ പറയുന്നത്. ഫിക്സിയോൺസ് ബെഷൈനിഗു. ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഫിക്സിയോൺസ് ബെഷൈനിഗു. ജർമ്മനിയിലെ ഇന്റഗ്രേഷൻ ഓഫീസുകളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ആകാശത്തിലെ നക്ഷത്രം പിടിക്കുന്നതിനേക്കാൾ പാടാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഈ തിരക്ക് കാരണം ഒറിജിനൽ വിസ കാർഡിന് പകരം നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഒരു താൽക്കാലിക പാസ് ആണ് ഈ പച്ച പേപ്പർ. തുടക്കത്തിൽ ഇതൊരു ആശ്വാസമായി തോന്നുമെങ്കിലും ജർമ്മനിയിലെ ബാങ്കുകളിലോ വീട് വാടകയ്ക്കെടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലെ എയർപോർട്ടുകളിൽ ഇമിഗ്രേഷൻ സ്റ്റാഫിന് മുന്നിലോ എത്തുമ്പോഴാണ് ഈ പേപ്പറിന്റെ യഥാർത്ഥ ചതി പലരും മനസ്സിലാക്കുക. എന്താണ് ജർമ്മനിയിലെ ഈ താൽക്കാലിക വിസ പ്രതിസന്ധി? വരും ദിവസങ്ങളിൽ ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കാം? വളരെ ലളിതമായിട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. ജർമ്മനിയിൽ സ്ഥിരതാമസത്തിനോ വിസ നീട്ടുന്നതിനോ അപേക്ഷിക്കുന്ന വിദേശികൾക്ക് താൽക്കാലിക ആശ്വാസമായി നൽകുന്ന ഫിക്സിയോൺസ് ബെഷൈനിഗു എന്ന താൽക്കാലിക സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന വലിയൊരു കെണിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പേപ്പർ വർക്കുകൾ പൂർത്തിയാകുന്നതുവരെ നിയമപരമായി ജർമ്മനിയിൽ തുടരാൻ സഹായിക്കുന്ന ഈ താൽക്കാലിക വിസ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസുകളിലെ, അതായത് ഔസ്ലെൻഡർ ബെഹേർഡയിലെ കടുത്ത ജീവനക്കാരുടെ കുറവും അനാസ്ഥയും കാരണം നിലവിൽ മാസങ്ങളോളം, അതായത് വിദേശികളെ മാസങ്ങളോളം നീളുന്ന അനിശ്ചിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത്. ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം തലസ്ഥാന നഗരമായ ബെർലിനിൽ മാത്രം നിലവിൽ വിതരണം ചെയ്യുക ആകെ റെസിഡൻസ് പെർമിറ്റുകളിൽ 20%, അതായത് 5/1 ഇത്തരത്തിലുള്ള താൽക്കാലിക രേഖകളാണ്. ഇതിൽ പ്രവാസികളെ ബാധിക്കുന്ന 3 പ്രധാന പ്രശ്നങ്ങളുണ്ട്. പേപ്പറിൽ ഈ രേഖയ്ക്ക് നിയമസാധ്യത ഉണ്ടെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇത് വിദേശികൾക്ക് വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാക്കുന്നത്. അതായത് ജോലി ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്. ജർമ്മനിയിലെ പല കമ്പനികൾക്കും, പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് ഈ താൽക്കാലിക രേഖയെക്കുറിച്ച് കൃത്യമായ നിയമ വിജ്ഞാനമില്ല. പച്ച നിറത്തിലുള്ള മടക്കാവുന്ന ചെറിയൊരു പേപ്പറിലോ അല്ലെങ്കിൽ സാധാരണ വെളുത്ത പേപ്പറിലോ പ്രിന്റ് ചെയ്ത് നൽകുന്ന ഈ രേഖ കണ്ട പല കമ്പനികളും വിദേശികൾക്ക് ജോലി നൽകാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ പാർട്ട് ടൈം ജോലികളെയും കരിയറിനെയും വരെ ബാധിക്കുന്നുണ്ട്. യാത്രാ വിലക്കിന് തുല്യമായ അവസ്ഥ അത് തന്നെ ഈ താൽക്കാലിക രേഖയുമായി ജർമ്മനിക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് അതീവ അപകടകരമാണ്. യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള പല രാജ്യങ്ങളിലെയും എയർപോർട്ട് അധികൃതർക്ക് ഈ ജർമ്മൻ താൽക്കാലിക പേപ്പറിനെ കുറിച്ച് വലിയ അറിവില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി തിരികെ ജർമ്മനിയിൽ
ജർമ്മനിയിലേക്ക് വരാൻ വിമാനത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ബോർഡിംഗ് സ്റ്റാഫുകൾ ഇവരെ തടയുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ പുതിയൊരു വീട് വാടകയ്ക്ക് എടുക്കാനോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ഈ രേഖ കാണിച്ചാൽ പല ഉടമകളും ബാങ്കുകളും അത് വിശ്വസനീയമായ രേഖയായി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ചിലർ തയ്യാറായിരുന്നിരുന്നാലും മിക്കവരും തയ്യാറാകുന്നില്ല. ഡിജിറ്റൽ ഡാറ്റാബേസുകളിൽ വിസ കാലാവധി കഴിഞ്ഞതായി കാണിക്കുമ്പോൾ ഈ താൽക്കാലിക പേപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ തിരിച്ചറിയാത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ കോവിഡ് മഹാമാരിക്ക് ശേഷം ജർമ്മനിയിലെ ഇമിഗ്രേഷൻ ഓഫീസുകൾ കടുത്ത ജോലിഭാരത്താൽ അതായത് ഓവർലോഡിൽ ആണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ പൗരത്വ നിയമം വന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയം അപേക്ഷകളുമായി ഓഫീസുകളെ സമീപിക്കുന്നത്. ഇതിനാവശ്യമായ ജീവനക്കാരോ കൃത്യമായ അപ്പോയിന്റ്മെന്റുകളോ ഇമിഗ്രേഷൻ ഓഫീസുകളിൽ ലഭ്യമല്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ അപേക്ഷകൾ കൃത്യസമയത്ത് പ്രോസസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അധികൃതർ വിദേശികൾക്ക് താൽക്കാലിക ഫിക്ഷൻസ് രേഖകൾ നൽകി കൈയൊഴിയുകയാണ്. കൂടാതെ ജർമ്മനിയിൽ ജനിക്കുന്ന പ്രവാസി കുഞ്ഞുങ്ങൾക്ക് പോലും കൃത്യമായ വിസ രേഖകൾ ലഭിക്കാതെ മാസങ്ങളോളം ഈ താൽക്കാലിക സർട്ടിഫിക്കറ്റുമായി കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയുമുണ്ട്. പൗരത്വത്തിന് അതായത് നാച്ചുറലൈസേഷന് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഈ താൽക്കാലിക രേഖ കാലാവധിയായി കണക്കാക്കില്ല എന്നതും പ്രവാസികൾക്കൊരു തിരിച്ചടിയാണ്. ജർമ്മനിയിലെ മലയാളി പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയി അല്ലെങ്കിൽ ജോലിക്കാർ, ഫാമിലി വിസയുള്ളവർ ഈ ഫിക്ഷൻസ് ബഷൈനവും എങ്ങനെയെല്ലാം ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രായോഗിക വശങ്ങളാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് തന്നെ 6 പോയിന്റുകളായി ഞങ്ങൾ ഇത് തിരിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്നതിലെ കടുത്ത നിയന്ത്രണം ഓർക്കുക. സെക്ഷൻ 81 പാരഗ്രാഫ് 4. നിങ്ങളുടെ കയ്യിലുള്ള ഫിക്ഷൻ സർട്ടിഫിക്കറ്റിൽ സെക്ഷൻ 81 പാരഗ്രാഫ് 4 അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ സെക്സിയോൺ 81 അബ്സാറ്റ്സ് 4 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിക്ക് പുറത്തേക്ക് അതായത് നാട്ടിലേക്ക് യാത്ര ചെയ്യാനും തിരികെ വരാനും അനുവാദമുള്ളൂ. ഇതിൽ പാരഗ്രാഫ് 3 അല്ലെങ്കിൽ അബ്സാറ്റ്സ് 3 ആണെങ്കിൽ എന്നാണ് ഉള്ളതെങ്കിൽ ജർമ്മനി വിട്ട് പുറത്തേക്ക് പോകാൻ നിയമപരമായി അനുവാദമില്ല. ഇത് പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇനി നാട്ടിൽ പോകുന്നതിന് മുമ്പ് മലയാളികൾ ഇത് നിർബന്ധമായും ഒന്ന് പരിശോധിച്ചിട്ട് വേണം ടിക്കറ്റ് പോലും ബുക്ക് ചെയ്യാൻ. ഇനിയും പുതിയ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുതിയ തൊഴിൽ കരാറുകളിലെ അതായത് ജോബ് കോൺട്രാക്റ്റിലെ പ്രതിസന്ധിയാണ്. പഠനം കഴിഞ്ഞ് ജർമ്മനിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് അതായത് ജോബ് സീക്കേഴ്സ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ഇവർക്കൊക്കെ ഇതൊരു വലിയ തലവേദനയാണ്. കമ്പനികളുടെ HR ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിന് ഈ പേപ്പറിന്റെ നിയമസാധുത മനസ്സിലാകാത്തതിനാൽ ഒറിജിനൽ വിസ കാർഡ് ഹാജരാക്കുന്നതുവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അവർ മടിക്കാറുണ്ട്. ഇത് പലരുടെയും ഓഫർ ലെറ്ററുകൾ റദ്ദാക്കാൻ വരെ കാരണമാകുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് നാട്ടിൽ നിന്നുള്ള എയർപോർട്ട് ഇമിഗ്രേഷൻ തടസ്സങ്ങളാണ്. നാട്ടിൽ പോയി തിരികെ കൊച്ചി, തിരുവനന്തപുരം അല്ലെങ്കിൽ ബാംഗ്ലൂർ വിമാനത്താവളങ്ങൾ വഴി ജർമ്മനിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ എയർപോർട്ട് സ്റ്റാഫുകൾ ഈ പച്ച പേപ്പർ കണ്ട് സംശയിക്കാറുണ്ട്. ഇത് ഒറിജിനൽ വിസ അല്ലെന്ന് പറഞ്ഞ് പലരെയും ബോർഡിംഗ് പാസ് നൽകാൻ അനുവദിക്കാതെ മാനസികമായി ബുദ്ധിമുട്ടിച്ച സംഭവങ്ങൾ നിരവധി മലയാളികൾ ഞങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫാമിലി റീയൂണിയൻ വിസയിലെ അതായത് ഡിപെൻഡന്റ് വിസയിലെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്. ജർമ്മനിയിൽ വെച്ച് പ്രവാസി മലയാളികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിസ നടപടികൾ ഇമിഗ്രേഷൻ ഓഫീസിലെ തിരക്ക് കാരണം വൈകാറുണ്ട്. കുഞ്ഞിന് പാസ്പോർട്ട് ലഭിച്ചാലും വിസയ്ക്ക് പകരം ഈ താൽക്കാലിക പേപ്പർ മാത്രമാണ് ചിലപ്പോൾ ലഭിക്കുക. തന്മൂലം കുഞ്ഞുമായി നാട്ടിൽ പോയി വരാൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങളുടെ യാത്രകൾ മാസങ്ങളോളം മുടങ്ങുന്ന അവസ്ഥയുമുണ്ട്. അടുത്തത് പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് ഇത് കാരണം തിരിച്ചടിയാണ്. ജർമ്മനിയിലെ പുതിയ നിയമപ്രകാരം മുമ്പ് 8 വർഷം ഉണ്ടായിരുന്നത് അത് 5 വർഷമായും 3 വർഷമായും കുറയ്ക്കുകയും എന്നാൽ 3 വർഷത്തെ കട്ട് ചെയ്ത് ഇപ്പോൾ 5 വർഷമായി നിലനിർത്തിയ സാഹചര്യത്തിൽ മലയാളികൾക്ക് ജർമ്മൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു ഫിക്ഷൻസ് പീരിയഡിൽ അതായത് ടെമ്പററി സ്റ്റാറ്റസിൽ ഇരിക്കുന്ന സമയത്ത് പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ ജർമ്മൻ സിറ്റിസൺഷിപ്പ് പ്രോസസിംഗിന് വീണ്ടും വൈകിപ്പിക്കുകയും ചെയ്യും. അടുത്തത് ലീവ് ഇൻഷുറൻസ് പോലുള്ളതാണ്. ജർമ്മനിയിൽ കാറോ വീടോ ലോണിൽ എടുക്കാനോ അല്ലെങ്കിൽ ദീർഘകാല ഇൻഷുറൻസ് കരാറുകളിൽ ഒപ്പുവെക്കാനോ ശ്രമിക്കുമ്പോൾ വിസയുടെ കാലാവധി തീർന്നതായി ബാങ്ക് സിസ്റ്റത്തിൽ കാണിക്കും. ഈ താൽക്കാലിക പേപ്പർ ഓൺലൈൻ സിസ്റ്റങ്ങൾ സ്വീകരിക്കാത്തതിനാൽ മലയാളികൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇതിൽ പ്രായോഗികമായി പറയാനുള്ളത് ഫിക്ഷൻസ് ബഷൈനിങ് ലഭിക്കുന്ന മലയാളികൾ അത് ഏത് കാറ്റഗറിയിൽ ഉള്ളതാണെന്ന് അതായത് പാരഗ്രാഫ് 3 ഓർഡർ ഫിയർ ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇമിഗ്രേഷൻ ഓഫീസറോട് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും യാത്രകൾക്ക് മുമ്പ് ജർമ്മൻ ഭാഷയിലുള്ള അതിന്റെ ഔദ്യോഗിക നിയമരേഖ കയ്യിൽ കരുതുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ ഫിക്സിയോൺസ് ബഷൈനിയും എന്താണെന്നും അത് എപ്പോഴാണ് നൽകുന്നതെന്നും മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഇനി വിശദീകരിക്കുന്നത്. ഇത് വിസയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു
ഇതൊരു പുതിയ വിസയല്ല, ഇതൊരു താൽക്കാലിക റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇന്ററിം സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള വിസയുടെ കാലാവധി തീരുകയും പുതിയ വിസയ്ക്കോ അല്ലെങ്കിൽ വിസ നീട്ടാനോ അപേക്ഷ സമർപ്പിച്ച് ഇമിഗ്രേഷൻ ഓഫീസിന്റെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മനിയിൽ തുടരാൻ നിയമപരമായ അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു താൽക്കാലിക രേഖ മാത്രമാണ്. ജർമ്മൻ നിയമപ്രകാരം ഇതിനെ ലീഗൽ ഫിക്ഷൻ എന്ന് വിളിക്കാം. അതായത് പുതിയ വിസ വരുന്നത് വരെ നിങ്ങളുടെ പഴയ വിസയ്ക്ക് നിയമപരമായി ജീവൻ ഉണ്ടെന്ന് ഈ പേപ്പർ വഴി രാജ്യം കണക്കാക്കുന്നു. ഇത് എപ്പോഴാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ വിസ നീട്ടാൻ അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഓഫീസ് ഈ രേഖ നിങ്ങൾക്ക് നൽകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സമയക്കുറവ് മൂലം നിങ്ങളുടെ വിസ കാർഡിന്റെ കാലാവധി തീരാറാവുകയും ഇമിഗ്രേഷൻ ഓഫീസിൽ കടുത്ത തിരക്ക് കാരണം പുതിയ വിസ പ്രോസസ് ചെയ്യാൻ മാസങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ അപൂർണമാകുമ്പോൾ വിസ നീട്ടാൻ ആവശ്യമായ ചില രേഖകൾ, അതായത് പുതിയ ജോബ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പേപ്പർ അല്ലെങ്കിൽ ആവശ്യത്തിന് ബാങ്ക് ബാലൻസ്, ഇവ ഹാജരാക്കാൻ ബാക്കിയുണ്ടാവുകയും അത് ശരിയാക്കിയെടുക്കാൻ ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങൾക്ക് സമയം അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൂടാതെ കാർഡ് അടിച്ചു വരാൻ വൈകുമ്പോൾ, നിങ്ങളുടെ വിസ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടും ഒറിജിനൽ പ്ലാസ്റ്റിക് വിസ കാർഡ് ബെർലിനിലെ ഫെഡറൽ പ്രിന്റിംഗ് ഓഫീസിൽ നിന്ന് അച്ചടിച്ച് നിങ്ങളുടെ കൈകളിൽ എത്താൻ 4 മുതൽ 6 ആഴ്ച വരെയാണ് സമയമെടുക്കുക. ഈ ഇടവേളയിൽ ഉപയോഗിക്കാനായി ഇത് നൽകാറുണ്ട്. ഇതിന്റെ കാറ്റഗറി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സർട്ടിഫിക്കറ്റിന്റെ 3-ാം പേജിലാണ് കാറ്റഗറി, അതായത് പാരഗ്രാഫ് പ്രകാരം ഇത് അനുവദിച്ചിരിക്കുന്നത് എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടാകും. പ്രധാനമായും 3 കാറ്റഗറികളാണ് ഇതിനുള്ളത്. കാറ്റഗറി ഇത് എപ്പോഴാണ് നൽകുക? യാത്രാ അനുമതി സെക്ഷൻ 81 പാരഗ്രാഫ് 4 ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അബ്സാറ്റ്സ് 4 ഔഫൻതാൽസ് ഗസറ്റ്. നിലവിലുള്ള വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് നിങ്ങൾ വിസ നീട്ടാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വിസ നീട്ടാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലഭിക്കും. ഈ പേപ്പറും നിങ്ങളുടെ കാലാവധി കഴിഞ്ഞ പഴയ പാസ്പോർട്ടും വിസയും കാണിച്ച് നിങ്ങൾക്ക് നാട്ടിൽ പോയി വരാം. അതായത് സെക്ഷൻ 81 പാരഗ്രാഫ് 3 അല്ലെങ്കിൽ അബ്സാറ്റ്സ് 3 ഔഫൻതാൽസ് ഗസറ്റ്. ആദ്യമായി ജർമ്മനിയിൽ വിസയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിലവിലെ വിസയുടെ കാലാവധി തീർന്നതിന് ശേഷമാണ് അപേക്ഷിച്ചെങ്കിലോ ആണ് ഇത് ലഭിക്കുക. ഇത് ജർമ്മനിക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഈ വിസ കൊണ്ട് പോയാൽ തിരിച്ചുവരവ് ബുദ്ധിമുട്ടാകും. അതേസമയം സെക്ഷൻ 81 പാരഗ്രാഫ് 5 അതായത് അബ്സാറ്റ്സ് 5 ഔഫൻതാൽസ് ഗസറ്റ് വിസ അപേക്ഷ നിരസിക്കപ്പെടുകയും രാജ്യം വിടാൻ താൽക്കാലികമായി കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഫിക്സിയോൺസ് ബെഷൈനിങ് ആണിത്. ഇതുകൊണ്ട് യാത്ര ചെയ്യാൻ ഒട്ടും തന്നെ അനുവാദമില്ല. ഇനിയും ഇത്തരമൊരു കാര്യം, ഫിക്സിയോൺസ് ബെഷൈനിങ് ജർമ്മനിയിൽ എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിലെ ആധുനിക ഇമിഗ്രേഷൻ നിയമമായ ഔഫൻതാൽസ് ഗസറ്റ്സ് അതായത് റെസിഡൻസ് ആക്ട് നിലവിൽ വന്ന 2005 ജനുവരി 1 മുതലാണ് ഈ സംവിധാനം ഔദ്യോഗികമായി ആരംഭിച്ചത്. ഇതിന്റെ നിയമപരമായ അടിത്തറ കിടക്കുന്നത് ഈ ആക്ടിലെ സെക്ഷൻ 81-ലാണ്. തുടക്കകാലത്ത് വളരെ അപൂർവമായ ചില പ്രത്യേക അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം നൽകിയിരുന്ന ഈ താൽക്കാലിക പേപ്പർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജർമ്മൻ ഇമിഗ്രേഷൻ വകുപ്പിലെ അമിതമായ ജോലിഭാരവും കമ്പ്യൂട്ടർവൽക്കരണത്തിലെ താമസവും കാരണം പ്രവാസികൾക്കുള്ള ഒരു സ്ഥിരം യാത്രാ രേഖയായി മാറിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ, ഞങ്ങളൊക്കെ വന്ന കാലത്ത് ഇത്തരം ഒരു കാര്യം ആർക്കും തന്നെ ലഭിച്ചിരുന്നില്ല. അത് സെൽറ്റൻ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട്, ചിലപ്പോൾ അതിനു മുന്നും ചിലപ്പോൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും, 2005 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നതെന്ന് പറഞ്ഞു. എങ്കിലും കഴിഞ്ഞ ഒരു 6 വർഷമായി ഇവിടെ എത്തിയിരിക്കുന്നുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് നടത്തുന്നവർക്കും ഫാമിലി റീയൂണിയൻ വിസയിൽ എത്തിയവർക്കും ഒരുപക്ഷെ ജോലിക്കായി എത്തിയിട്ടുള്ളവർക്കൊക്കെ തന്നെ ഈ ഫിക്സിയോൺസ് ബെഷൈനിങ് ആണ് നൽകിയിരിക്കുന്നത്. അത് മാറ്റി സാധാ റെസിഡൻസ് പെർമിറ്റ് കിട്ടാൻ താമസമെടുക്കും. എന്നാലും ഫിക്സിയോൺസ് ബെഷൈനിങ് കിട്ടിയാൽ ആരും തന്നെ പേടിക്കേണ്ടതില്ല. അതിൽ ഏത് പാരഗ്രാഫാണ് ടിക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും ചെയ്യാതിരിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക, വിശദമാക്കി തരാം. അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.